വൈകുന്നേരം വീടിന്റെ പിൻവശത്ത് എന്തോ എഴയുന്നത് കണ്ടു എന്ന് അമ്മ പറയുന്ന കേട്ട് ഞാൻ ചെന്ന് നോക്കിയപ്പോൾ കണ്ട കാഴ്ചയാണ്. ആളെ മനസ്സിലായി കാണുമല്ലോ അല്ലേ? ഇരുതലമൂരി എന്ന് പറയുന്ന വിഭാഗത്തിൽപ്പെട്ട പാമ്പാണെന്നാണ് എന്റെ നിഗമനം. അത് തെറ്റാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ ശരിയായ കാര്യങ്ങൾ പറയുവാനായി നിങ്ങൾക്ക് കമന്റ് ബോക്സ് ഉപയോഗിക്കാവുന്നതാണ്. ഇനി കാര്യത്തിലേക്ക് കടക്കാം. ഞാൻ കുറച്ചു നേരം അതിനെ ഇങ്ങനെ നോക്കി നിന്നു. കാരണം ഇത്രയും നീളമുള്ള ഇരുതലമൂരിനെ ഞാൻ ഇതുവരെ കണ്ടിട്ടുണ്ടായിരുന്നില്ല. ഒന്നൊന്നര അടിയിൽ കൂടുതൽ ഇതിന് നീളം വെക്കാറില്ല. അതേപോലെ വിഷമില്ലാത്ത പാമ്പുകളുടെ ഇനത്തിൽ പെടുന്നവയാണിവ. തലയും വാലും ഒരുപോലെ ഇരിക്കുന്നത് കൊണ്ടാണ് ഈ പാമ്പുകളെ ഇരുതലമൂരി എന്ന് വിളിക്കുന്നത്. കൂർത്ത വാലുകൾ ഉപയോഗിച്ച് ഇത് മണ്ണിനടിയിലേക്ക് ഊർന്നു പോകാറാണ് പതിവുള്ളത്. ഇനിയാണ് എന്നെ ഒരുപാട് അതിശയിപ്പിച്ച കാര്യം ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത്. പാമ്പിന്റെ നീളം ചെറുത് തന്നെ, ബാക്കിയുള്ള നീളമോ അത് കഴിക്കുന്ന ഇരയുടേതായിരുന്നു. നമ്മുടെ നാട്ടിൽ പന്നിവര എന്ന് പറയുന്ന ഇനത്തിൽപ്പെടുന്ന ഒരു വരേനെയാണ് ഇവരിതിനകത്താക്കിക്കൊണ്ടിരിക്കുന്നത്. പൊതുവെ ഇരുതലമൂരിയുടെ ഇരട്ടിയോളം വലിപ്പം ഉണ്ടാവും ഈ തരത്തിലുള്ള വരകൾക്ക്. ഒരു പാമ്പ് തന്റെ ഇരേനെ കഴിക്കുന്നത് ഇത്രയും അടുത്ത് നിന്ന് കാണുന്നത് ആദ്യമായിട്ടാണ്. ഒരുപക്ഷെ നിങ്ങൾക്കിത് കാണുമ്പോൾ വളരെ അരോചകമായിട്ട് തോന്നാം. പക്ഷേ എന്തോ ഞാൻ വളരെ അതിശയത്തോടെ നോക്കി നിന്നു. കാരണം ഇത്രയും ചെറിയൊരു പാമ്പ് അതിനെക്കാട്ടിൽ ഇരട്ടി വലിപ്പമുള്ള ഈ വരേനെ എങ്ങനെ അകത്താക്കും എന്നായിരുന്നു എന്റെ ചിന്ത മുഴുവനും. ഈ പാമ്പുകളെ കുറിച്ച് പറയുമ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടെ നിങ്ങളോട് പറയാനുണ്ട്. ഇരുതലമൂരി ഇനത്തിൽപ്പെടുന്ന പാമ്പുകളെ കൈവശം വെക്കുകയോ കൈമാറ്റം ചെയ്യുകയോ ചെയ്യുന്നത് നമ്മുടെ രാജ്യത്ത് ഇല്ലീഗലാണ്. ആയതിനാൽ ഇതിനൊക്കെ ബ്ലാക്ക് മാർക്കറ്റിലും മറ്റും ലക്ഷങ്ങൾ വിലയുണ്ടെന്ന് നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഇത് കേട്ടുകൊണ്ട് ഇതിനെ പിടിക്കാൻ വേണ്ടി ആരും ചാടി പുറപ്പെടണമെന്നില്ല. ഇതൊക്കെ വെറും കേട്ടുകേൾവികൾ മാത്രമാണ്. ഇളക്കമുള്ള മണ്ണിനടിയിൽ താമസിക്കുന്നവർ നമ്മൾ മണ്ണിളക്കുമ്പോൾ വളരെ പെട്ടെന്ന് പുറത്തേക്ക് ചാടി വരും. പാമ്പിനെ പെട്ടെന്ന് കാണുമ്പോൾ കയ്യിലുള്ള മൺവെട്ടിയെ കൂന്തയിലെ വെച്ച് അതിനെ കൊല്ലാൻ ശ്രമിക്കാറാണ് സാധാരണ എല്ലാവരും ചെയ്യാറുള്ളത്. പിന്നെ ഇവറ്റകൾക്ക് വംശനാശം സംഭവിക്കുന്നതിന് കാരണം JCB പോലുള്ള വാഹനങ്ങളുടെ പങ്കും വളരെ വലുതാണ്. ഇനി നമ്മുടെ വീഡിയോയിലേക്ക് തിരിച്ചു വരാം. അങ്ങനെ തന്നെക്കാട്ടിലും വലിപ്പമുള്ള വരേനെ കഴിക്കാവുന്നതിന്റെ അത്രയും കഴിച്ചതിന് ശേഷം ബാക്കി ഭാഗം മുറിച്ചു കളയാൻ വേണ്ടിയിട്ടുള്ള തത്രപ്പാടിലാണ് കക്ഷി. തലങ്ങും വിലങ്ങും കുത്തിമറിഞ്ഞും വളഞ്ഞും തിരിഞ്ഞും എല്ലാം തന്നെ അതിനെ മുറിക്കാൻ ആള് ശ്രമിക്കുന്നുണ്ടായിരുന്നു. ഞാൻ ആദ്യം ചോദിച്ച ചോദ്യത്തിന്റെ ഉത്തരം ഈ കാണുന്ന കാഴ്ചകളിലൂടെ എനിക്ക് ലഭിക്കുകയുണ്ടായി. പാമ്പുകൾ മനുഷ്യരെ പോലെയല്ല, ആവശ്യത്തിന് മാത്രമേ കഴിക്കുള്ളൂ എന്ന്. ഒടുവിൽ ആ ശ്രമം ഫലം കണ്ടു. പാമ്പും വരെയും രണ്ടായിട്ട് വേർപിരിഞ്ഞു. ഒരുപക്ഷെ വയറ് നിറഞ്ഞതിന്റെ ആശ്വാസത്തിലാകും അത്. അവസാനം താൻ കഴിച്ച ഭക്ഷണത്തിന്റെ ബാക്കിയൊന്ന് തിരിഞ്ഞുപോലും നോക്കാതെ തന്റേതായ ലോകത്തിലേക്ക് ആ പാമ്പ് എഴഞ്ഞു നീങ്ങി. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ മടിയൊന്നും കാണിക്കല്ലേ.